കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കാൻ ഇഡി എത്തിയതോടെ നെട്ടോട്ടമോടുകയാണ് പിണറായിയും സിപിഎമ്മും. ഇനി കേസിൽ എന്ത് വഴിത്തിരിവ് സംഭവിച്ചാലും അത് സിപിഎമ്മിനെ ബാധിക്കുക പ്രതികൂലമായി മാത്രമായിരിക്കും. നിലവിൽ സിപിഎമ്മിന് 5 അക്കൗണ്ടുകൾ ഉള്ളതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ആ 5 അക്കൗണ്ടുകൾ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ളതിനെല്ലാം ഇനി സിപിഎം കണക്കു പറഞ്ഞേ മതിയാകും. ഉന്നതർ വരെ ഉൾപ്പെട്ടിട്ടുള്ള കേസിൽ സിപിഎമ്മിന്റെ തന്നെ തലതൊട്ടപ്പനായ പിണറായിയിലേക്ക് വരെ കേസന്വേഷണം നീളാനുള്ള സാധ്യതയും ഏറെയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിലെ തന്നെ പല ഉന്നതരുടെയും പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയിരുന്നു. കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സിപിഎം പങ്കുവഹിച്ചു. തട്ടിപ്പിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇഡിയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഉന്നത നേതാക്കളെ ഇഡി ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ്. കരുവന്നൂരിൽ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർ എത്ര ഉന്നതരായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ പറഞ്ഞിരുന്നു. ഇഡി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിന് പിന്നിലെ നിയമസാധുത പരിശോധിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബിജെപിയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടികൾ. കരുവന്നൂരിൽ ചില ഉന്നത സിപിഎം നേതാക്കളെ ഇഡി അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇഡി കണ്ടെത്തിയിട്ടുള്ള 5 രഹസ്യ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇഡി കൈമാറിക്കഴിഞ്ഞു. തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളുള്ള പാർട്ടിയുടെ 13 ഏരിയ കമ്മിറ്റികളുടെ 25 അക്കൗണ്ട് വിവരങ്ങൾ സിപിഎമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇഡി ആരോപിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ സിപിഎമ്മിന് പങ്കുണ്ടെന്നും നടപടി വേണമെന്നും ഇഡി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും നൽകിയ കത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി 16-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇഡി വിശദീകരിച്ചിരിക്കുന്നത്. കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം. എന്നാൽ സിപിഎം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട്, ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ഇഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിവരങ്ങൾ പാർട്ടിയുടെ 2023 മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും അതിലെ കണക്കുകളും വെളിപ്പെടുത്തേണ്ടതാണ്. വിവിധ സിപിഎം ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളുണ്ട്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചെന്നാരോപിച്ച് അലി സാബ്രി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം മുൻപുണ്ടായത്. ഈ അക്കൗണ്ടുകളിൽ 5 എണ്ണമാണ് വീണ്ടും ഇഡി ചർച്ചയാക്കുന്നത്.